ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വരണം. അപ്പോൾ ഇതാ കഴുകിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണമെന്നൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ചൂടുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഇതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. കാരണം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അങ്ങനത്തെ വെള്ളമൊക്കെ ഇങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ ഊറ്റി വെച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള എല്ലാ നുറുക്ക് ഗോതമ്പും അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ കുതിർക്കാനായിട്ട് അരിച്ചപ്പം ഉണ്ടായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ്, ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഒരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി ഒഴിക്കാം. ഇത് അരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് നേരിട്ട് തന്നെ ഉപയോഗിക്കരുത് കേട്ടോ, കാരണം ഇതിനകത്തുള്ള ഒരു തവിട് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് തിരിച്ച് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ബാക്കിയുള്ള സംഭവം കൂടെ ചേർത്ത് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് ഇതാ ഒന്നും കൂടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് അരിച്ചൊഴിക്കാം. അങ്ങനെ ബാക്കി ഇത്രയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി എടുക്കണ്ട, ഇനി ഇത് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കളയാം. അപ്പോൾ ഇതാ ഇത്രയും പാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല കുറുകിയിട്ടുള്ള പാലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് അരിക്കണമെങ്കിൽ അരിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പ് ശർക്കര, നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ട് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട്, ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കണം. എങ്കിലാണ് ഇതിനകത്തുള്ള കരടുകളൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ശർക്കര പാനി ഇവിടെ റെഡിയാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിന് മുൻപേ തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 250 ml 2 കപ്പാണ്. അതായത് 1/2 ലിറ്റർ വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചൂടാക്കരുത്, ഉടനെ തന്നെ നമുക്ക് ആ പാല്, നമ്മളിപ്പം ഗോതമ്പിൻ്റെ ആ ഒരു പാലെടുത്തിട്ടുണ്ടല്ലോ, ഗോതമ്പ് നുറുക്കിൻ്റെ, അതൊന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതൊന്ന് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വരുന്ന ഒരു സമയത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തിക്കാവാൻ തുടങ്ങും കേട്ടോ, കാരണം ഇതിനകത്ത് ഗോതമ്പാണ്, പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. അപ്പോൾ ഇത് നമുക്കൊരു 2-2.5 മിനിറ്റ് അതിനകത്ത് തന്നെ കുറുകി കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്ന് അല്പം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയിട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് അളവ് കറക്റ്റ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ശർക്കര പാനി എല്ലാം കൂടെ ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു മധുരമാവുന്ന ഒരു സമയത്ത് നമുക്ക് നിർത്താം. ഞാനിപ്പോൾ എന്താണെങ്കിലും അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ഞാൻ ഒരു ഏലക്ക മാത്രമേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല ഏലക്കയുടെ പൊടി ആണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങ് ഒന്ന് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് കശുവണ്ടി ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കുക. അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ, കാരണം ഈ നെയ്യ് ഞാൻ തിരിച്ച് ആ ഒരു ഗോതമ്പിൻ്റെ മിക്സിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഉണക്കമുന്തിരിയും കശുവണ്ടിയും ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം.
അങ്ങനെ കശുവണ്ടി മുന്തിരി ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യ് വേറെ ഒന്നിനും ഉപയോഗിക്കേണ്ട, നമുക്ക് ഇതിന് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ച് ഈ ഒരു ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതാ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തിളച്ച് സൈഡിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വരുന്ന ചെരുവിയ തേങ്ങ. ഈ ഞാൻ തേങ്ങ ചെരുകുമ്പോൾ ആ ഒരു ബ്രൗൺ സ്കിൻ കളർ ഉണ്ടല്ലോ, അത് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ വൈറ്റ് കളറായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തേങ്ങകൾ ഇങ്ങനെ ഞാൻ കത്തി കൊണ്ട് നുറുക്കിയിട്ടും കൂടെ ചേർത്തിട്ടുണ്ട്, കൊത്തിയെടുത്തിട്ട്. അപ്പം ആ ഒരു ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ 1-2 നുള്ളുപ്പ്, 2 നുള്ളുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ആ ഒരു മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ലോക്ക്ഡൗൺ പ്രമാണിച്ച് റേഷൻ കടയിൽ നിന്നൊക്കെ നല്ല അടിപൊളി നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർ ഇതുപോലത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്തിട്ടുള്ള ഉണക്കമുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്തിട്ടുള്ള നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി കുറുകി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കുറുകാൻ തുടങ്ങും. ഗോതമ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കതല്ല ഇത്രയും കുറുകണ്ട, കുറച്ചിങ്ങനെ വലിച്ചു കുടിക്കുന്ന രീതിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻപേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി ഒരു നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു കുറുക്കി ഉള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സാധാരണ രീതിയിൽ ഇത് വലിച്ചു കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഒരു വെള്ളം പോലെ കുടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ ഒന്ന് നല്ല ചൂട് വെള്ളം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആ തേങ്ങയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഒക്കെ നല്ലൊരു സുഖമാണ്. അതുപോലെ തന്നെ ആ കശുവണ്ടി മുന്തിരി ഉണക്കമുന്തിരി ഇതൊക്കെ ചേർന്നിട്ട് വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട്. എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ഞാൻ പറഞ്ഞ പോലെ എടുത്തു പറയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.